ഉക്രൈനിൽ നിന്ന് കഴിഞ്ഞ ദിവസം റഷ്യ പിടിച്ചെടുത്ത കുർസ്ക് മേഖല സന്ദർശിക്കുന്നതിനിടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം നടന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. നാറ്റോ സഖ്യത്തിന്റെ ഡ്രോണുകളാണ് പ്രസിഡന്റ് ട്രംപ് സന്ദർശനം നടത്തിയ ഹെലികോപ്റ്റർ നേരെ ആക്രമണം നടത്തിയത് എന്നതും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചതിനാലാണ് പ്രസിഡന്റ് രക്ഷപ്പെട്ടത് എന്ന് റഷ്യ തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം പരമ്പര തന്നെ നാറ്റോ സഖ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ശത്രു വിഭാഗത്തിൻ്റെയോ ഭാഗത്തിൽ നിന്ന് തങ്ങളുടെ പ്രസിഡന്റ് നേരെ ഉണ്ടായി എന്നുള്ളതും ഇത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധിക്കാൻ സാധിച്ചതിനാലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന തരത്തിലുമാണ്. സാറ്റലൈറ്റ് വെച്ച് ലൊക്കേഷൻ കണ്ടെത്തിയതിനോടനുബന്ധിച്ചാണ് നാറ്റോ സഖ്യത്തിലെ ഡ്രോണുകൾ 100-ലധികം ഡ്രോണുകൾ എന്ന് പറയുന്നുണ്ട്. അത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ പേരുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരിതിനെ പിന്നാമ്പുറം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്ന ആക്രമണമാണ് നടന്നത് എന്നതിനാൽ ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധത്തിന് വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപ് പുടിനെ നേരിട്ട് കൊണ്ട് 2 മണിക്കൂറോളം ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിൻ്റെ ഇടയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള എല്ലാ യുദ്ധങ്ങളും ഉക്രൈൻ റഷ്യ ആണെങ്കിലും ഫലസ്തീൻ ഇസ്രായേൽ ആണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും യുദ്ധം കഠിനമായി നടക്കുന്നു എന്നല്ലാതെ പരിഹാരങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള സ്ഥിതിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഈ ഉക്രൈന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ റഷ്യ തൊടുത്തു വിട്ടത്. 374 ഈ മിസൈലുകളാണ് ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറന്നുപോയത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 പേരുടെ മരണം റിപ്പോർട്ടാക്കി. 60-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നതെന്ന് വിവരം പറഞ്ഞു. ചില ബിൽഡിങ്ങുകളൊക്കെ തീപിടിക്കുകയും അത് കെടുത്താൻ വേണ്ടി വലിയ സാഹസം ഉക്രൈൻ നടത്തേണ്ട സ്ഥിതിയൊക്കെ വരികയും അതോടൊപ്പം തന്നെ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന ഉക്രൈൻ്റെ ഭാഗമായിരുന്ന കുർസ്ക് മേഖല റഷ്യ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം സന്ദർശിക്കാൻ വേണ്ടിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തുന്നത്. അദ്ദേഹം വന്നത് ഹെലികോപ്റ്റർ വഴിയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്നതിനോടനുബന്ധിച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതിനെല്ലാത്തിനെയും പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല അവരുടെ ശത്രുവിൻ്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും റഷ്യക്കുണ്ട് എന്നതിനാൽ തങ്ങൾ കൃത്യമായ രീതിയിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും തങ്ങളുടെ പ്രസിഡന്റിനെ തങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രസിഡന്റ് ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണ്, നിരീക്ഷിച്ചു വരികയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യത കിട്ടിയതിന് ശേഷം താൻ പ്രതികരിക്കാം എന്നുള്ളതും ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ശത്രുവിനെ തങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഉക്രൈന് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം സൈനിക സഹായം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് റഷ്യയുടെ ആധിപത്യം ഈ മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ ഉക്രൈനെ കീഴടക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഉക്രൈൻ പരാജയപ്പെടുക എന്നുള്ളത് മാത്രമല്ല റഷ്യയുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് വലിയ പ്രയാസം അനുഭവിക്കും എന്നതിനാൽ ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യ ഒതുക്കുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതുകൊണ്ടാണ് നാറ്റോ സഖ്യത്തെ തന്നെ ചേർത്തുകൊണ്ട് വലിയ രീതിയിലൊരു നീക്കം റഷ്യയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി നടത്തിയത്. അതിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നുള്ളതും ശത്രുവിനെ കണ്ടെത്തുമെന്നുള്ളതും ശിക്ഷിക്കുമെന്നുമാണ് റഷ്യ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതോടനുബന്ധിച്ചിപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനൊക്കെ സാരമായിരിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതും ഉക്രൈൻ മേഖലയിൽ യുദ്ധം കഠിനമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഈ മേഖലയിൽ കുർസ്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത മേഖല അവർ പിടിച്ചെടുക്കും. സാമ്പത്തികപരമായി ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സർവ്വ നഗരങ്ങളെ കീഴടക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ തങ്ങൾ ജാഗരൂകരായിരിക്കുന്നത് എന്ന് റഷ്യയുടെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ഇപ്പോൾ റഷ്യ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ വടക്കൻ കൊറിയയുടെ ഏകദേശം 25,000-ഓളം സൈനികരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവരും ചേർന്നുകൊണ്ടുള്ള സംയുക്ത യുദ്ധമാണ് ഉക്രൈൻ്റെ മധ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇറാനാണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ഡ്രോണിൻ്റെ സഹായം, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയുധ സഹായങ്ങൾ വലിയ രീതിയിൽ ഇറാൻ നൽകുന്നു. അപ്പോൾ ഇറാനും കൊറിയയും റഷ്യയും സംയുക്തമായി തന്നെയാണ് ഉക്രൈനെ നേരിടുന്നത്. എതിർഭാഗത്ത് ഏകദേശം 19 രാജ്യങ്ങളോ നാറ്റോ സഖ്യത്തിൽപ്പെട്ട പരമാവധി രാജ്യങ്ങളും അമേരിക്കയെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ സംഘത്തെ ഈ 3 രാജ്യങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും തീർച്ചയായിട്ടും അതിജീവനം ഉണ്ടാവും എന്ന് റഷ്യ പറയുകയും ചെയ്തു. അപ്പം പിടിച്ചെടുക്കപ്പെട്ട മേഖല വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു സൗദി അറേബ്യയിൽ ചേർന്നിരിക്കുന്ന മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് പറഞ്ഞത്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യം പറയപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്: യുദ്ധവിരാമം നടത്തുക, പരസ്പരം സൈനികരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക, പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം, 1-2 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ യോഗം ചേർന്നുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഏറെക്കുറെ ഇത് റഷ്യയും ഉക്രൈനൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു. പിന്നീട് എവിടെയോ അതിനൊടക്ക് വന്നു, അത് അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ കരാർ വ്യവസ്ഥ പൊട്ടിയതായിരിക്കുന്ന വിവരങ്ങൾ പിന്നെ പുറത്തു വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ സമാനമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നീട് ഈ തുർക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരിട്ട് കൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സംയുക്തമായി നേരിട്ട് ഇരുന്നു കൊണ്ട് ചർച്ച നടത്തും എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് റഷ്യയുടെ പ്രസിഡന്റ് എത്തുകയില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഉക്രൈൻ്റെ പ്രസിഡന്റും എത്താതെയായി. ഉഭയകക്ഷി ചർച്ചയായിട്ട് പിന്നീട് അത് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ്. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ റഷ്യ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വധശ്രമം കൊണ്ട് വന്നതോടുകൂടി ഈ യുദ്ധത്തിന് വലിയ കാഠിന്യം കൂടാനുള്ള സാധ്യതകൾ പറയുന്നു. എന്നാൽ ഉക്രൈൻ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കില്ലെന്ന് ഉക്രൈൻ്റെ ഈ പ്രസിഡൻഷ്യൽ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ അത്തരം ഒരു ശ്രമങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലെന്നും അത്തരം ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ സമീപനമല്ലെന്നും ഞങ്ങൾക്കതിൽ യാതൊരു പങ്കാളിത്തവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാറ്റോ വിഭാഗങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടൊക്കെ വന്നു. അത് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും ഏറെക്കുറെ അത് ശരിവെക്കുന്നു. അപ്പോൾ നേർക്കുനേരെ നാറ്റോ സഖ്യവുമായിട്ട് ഒരു ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് റഷ്യ മാറുമോ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ആലോചിക്കുന്നത്.